ഇതിനിടയ്ക്ക് നന്മ നിറഞ്ഞ ചില മനുഷ്യരുണ്ടാവില്ലേ? എന്ത് ദുഷ്ടപ്രവൃത്തി ചെയ്യുമ്പോഴും നന്മ നിറഞ്ഞ ചില ആൾക്കാർ അതിനകത്തുണ്ടാവും. അവർ നിസ്വാർത്ഥമായിട്ടൊക്കെ പ്രവർത്തിക്കും. ഇവരെ കാണിച്ചുകൊണ്ട് മറ്റേ ഗ്രൂപ്പിനെ മുഴുവൻ അങ്ങ് രക്ഷിച്ചെടുക്കുകയാണ്. ഇവരുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യരുണ്ട്, മിഷണറിമാരുടെ കൂട്ടത്തിലുമുണ്ട്, കേരളത്തിലെ പള്ളിയിലച്ചന്മാരുടെ കൂട്ടത്തിലുമുണ്ട്. അവരിൽ പലരും ബിഷപ്പാവാൻ മനസ്സില്ലാഞ്ഞിട്ട് രാജിവെച്ച് ഞാൻ വിശ്രമ ജീവിതം നയിച്ചോളാം, സന്യാസ ജീവിതം നയിച്ചോളാം എന്ന് പറയുന്ന ആൾ വരെയുണ്ട്. അങ്ങേരെ എഴുതിയ രാജിക്കത്ത്, മാന്യമായ രാജിക്കത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കുറച്ച് വർഷം മുമ്പ്. അങ്ങനെയുള്ള പള്ളിയിലച്ചന്മാർ, ബിഷപ്പുമാർ ഒക്കെയുണ്ട്, ഉണ്ടാകുമല്ലോ. എല്ലാ ഗ്രൂപ്പിലും നന്മ നിറഞ്ഞ മനുഷ്യരുണ്ടാകും, ചീത്ത മനുഷ്യരുണ്ടാകും. അവരെ എക്സാമ്പിളായിട്ട് കാണിച്ചുകൊണ്ട് ദ ഹോൾ ബാഡ് സിസ്റ്റം ഈസ് ബീയിങ് ജസ്റ്റിഫൈഡ് വിത്ത് 1 or 2 എക്സാമ്പിൾസ്. അത് ഒരു ടെക്നിക്കാണ്. അങ്ങനെയുള്ള കാപട്യമൊന്നും കാണിക്കരുത്. യേശുക്രിസ്തുവിൻ്റെ ആൾക്കാർ കാപടികന്മാരാകാൻ പാടില്ല. ചുങ്കക്കാരെയും പരീശന്മാരെയും ചാട്ടവാറിനടിച്ചാണ് യേശുക്രിസ്തു പുറത്താക്കിയത്. ആരെയും യേശുക്രിസ്തു ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇവന്മാരെ ചാട്ടവാറിനടിച്ച് പുറത്താക്കി. അങ്ങനെ ചാട്ടവാറിനടിച്ച് പുറത്താക്കപ്പെടേണ്ട പ്രവൃത്തികൾ ചെയ്യുന്നവർ കരുതിയിരിക്കണം, വെറുതെ പൊങ്ങച്ചടിക്കരുത്. മഹാത്മാഗാന്ധിക്കെതിരെയാണ് നിങ്ങൾ ഈ പട നയിക്കുന്നതെന്ന് ഓർത്തു വയ്ക്കുക.